NDRF സംഘം ഒപ്പം ഫയർഫോഴ്സ് സംഘം അടക്കമുള്ളവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. 30-ലധികം വരുന്ന NDRF സംഘമാണ് ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ ടണലിനുള്ളിൽ നിന്ന് മാലിന്യം നീക്കിയതിന് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനത്തിലുള്ള നടപടികൾ മുൻപോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള ആയുധങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. മൺവെട്ടി അടക്കമുള്ള കാര്യങ്ങൾ, പിന്നീട് JCB അടക്കമുള്ളവ ഇവിടെ ഉണ്ട്, ഈ പ്രദേശത്തുണ്ട്. അവിടെ നിന്ന് തന്നെ വലിയ രീതിയിൽ മാലിന്യം മുൻപേ തന്നെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ വീണ്ടും മാലിന്യം അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം. നമ്മൾ പറയുന്നത് പോലെ തന്നെ സിറ്റിക്കകത്തെ എല്ലാ വേസ്റ്റുകളും വന്ന് ചേരുന്ന എല്ലാ എന്നുള്ളത് ആദ്യം ചെയ്യാൻ പറ്റുള്ളൂ. മാലിന്യങ്ങൾ ഇത്രയും കിടക്കുന്നുണ്ട്, ബോഡി നമ്മൾ കിടന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഡീപ് ഡൈവേഴ്സിന് ആക്സസ് ഉണ്ടാക്കി ഒന്നും കൂടെ നമ്മളൊന്ന് ആദ്യം ഇവിടെ തന്നെ സെർച്ച് ചെയ്യാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആണ് എന്നാണ്. അതെ ജോയിന്റ് ഓപ്പറേഷൻ. ഞങ്ങൾ മാത്രമല്ല, റോബോട്ടിക് വരാണെങ്കിൽ അതും ഫയർഫോഴ്സും എല്ലാവരും കൂടെ ഇവിടെ ആരൊക്കെ പ്രസന്റ് ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ജോയിന്റ് ഓപ്പറേഷൻ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അല്ല, മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും. അതേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. എന്നാലും നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. ആക്സസ് കിട്ടാൻ നമ്മൾ ഡീപ് ഡൈവേഴ്സിനെ ഇറക്കിയിട്ട് അവർക്കും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാലിന്യങ്ങൾ കിടക്കുമ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മാലിന്യങ്ങൾ മാറ്റിയിട്ടായിരിക്കും ആക്സസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഡീപ് ഡൈവേഴ്സിനെ ഇറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ദൗത്യത്തിൽ എന്തൊക്കെ ഒരു സാധ്യതകളാണ് കരുതപ്പെടുന്നത്? സാധ്യതകളൊന്നും എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അറിയാം, മാലിന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വിഷവാതകങ്ങളുണ്ട്, കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ്. അത്തരത്തിൽ എന്തൊക്കെ ഒരു മുൻകരുതലുകൾ NDRFിന്റെ ഭാഗത്ത്? മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്കൂബ സെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. അപ്പം നമുക്ക് ഓക്സിജൻ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇപ്പം വിഷവാതകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. മാലിന്യം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും നീക്കം ചെയ്തിട്ട് ആക്സസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് അങ്ങോട്ട് ഇപ്പം എവിടെയെങ്കിലും കുടിയും കിടന്ന് നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. മാലിന്യത്തിൻ്റെ കൂടെ കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം ഹോവറിൻ്റെയും ഈ ഇന്നലെ സ്റ്റാർട്ടപ്പ് വന്നിരുന്നില്ലേ, അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അതെ, നമുക്ക് ആക്സസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാലിന്യങ്ങൾ, ഇവിടെ നിന്നുള്ള മാലിന്യം മുഴുവനായി നീക്കം ചെയ്തതിന് മാത്രമേ ഇവർക്ക് ഈ ഒരു ജോയിന്റ് ഓപ്പറേഷനുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു NDRF പ്രതിനിധി ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ഭാഗത്തൊക്കെ തന്നെ വീണ്ടും മാലിന്യം നിറഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു ജോയിന്റ് ഓപ്പറേഷൻ സാധ്യമാകുക എന്നാണ് NDRF പ്രതിനിധി അറിയിച്ചിരിക്കുന്നത്. ഈ NDRF സംഘം, അതായത് ജോയിന്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ NDRFിൻ്റെയും സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെയും ഇന്നലെ ഇവിടേക്ക് എത്തിച്ച ജെൻ റോബോട്ടുകളുടെയും സഹായത്തോടു കൂടിയായിരിക്കും ഈ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഇന്ന് രാവിലെ പുനരാരംഭിക്കുന്നത്. ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമാകാൻ വേണ്ടി ആദ്യം ഇവിടെ NDRF സംഘമാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇവർ ഈ ജോയിയെ കാണാതായ സ്ഥലത്തേക്ക്, ഈ വടം കെട്ടിക്കൊണ്ട് ആദ്യം ഈ ജോയിയെ കാണാതായ സ്ഥലത്തേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഇന്നലെ ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ പോലും ഇന്നലെ ഈ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇവിടെ വീണ്ടും ഒഴുകിയെത്തിയ മാലിന്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ആദ്യം പുറത്തേക്ക് എടുക്കുക. ഇതിനുശേഷം ഇവിടെ കെട്ടിക്കിടക്കുന്നത്, അതായത് ഈ ഉള്ളിലേക്ക്, ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് എത്തിക്കും. ഇതിനുശേഷമായിരിക്കും ജെൻ റോബോട്ടുകൾ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇതിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതിനകത്തുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ കൂടി സഹായത്തോടു കൂടി NDRF അംഗങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുക. അവർ എടുത്തു പറയുന്ന കാര്യമുണ്ട്.